കോഴിക്കോട് നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് തന്നെയാണ്. കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ഫറൂഖ് സ്വദേശിയായ 8ാം ക്ലാസ്സുകാരനിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഗുരുതരാവസ്ഥയിലുള്ള കുട്ടി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. ഫറൂഖിലെ അച്ചംകുളത്തിൽ കുളിച്ചതിന് ശേഷമാണ് കുട്ടിക്ക് രോഗലക്ഷണം കണ്ടു തുടങ്ങിയത്. ദീപക് മലയമ്മ ചേരുന്നുണ്ട്. ദീപക് മലയമ്മ, 10,000-ൽ ഒരാൾക്ക് വരുന്ന അത്യപൂർവമായൊരു രോഗമാണ്. പക്ഷേ ഇത് പിടിപെട്ടാൽ ഗുരുതരമായൊരു സാഹചര്യം ഉണ്ട് താനും. നിലവിൽ ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? എന്തെങ്കിലും കുടുംബം പറയുന്നുണ്ടോ? രോഷ്നി, ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് നേരത്തെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ വെന്റിലേറ്ററിലാണ് കുട്ടിയുള്ളത്. നേരത്തെ തന്നെ രോഗബാധ സംബന്ധിച്ച് ചില ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അത് പനി, തലവേദന, ഛർദിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമായും ഏതൊരാളും കരുതുന്നത് പോലെ സാധാരണ വരാറുള്ള അസുഖം എന്നുള്ള കണക്കിന് മാത്രമാണ് പരിഗണിച്ചിരുന്നത്. പിന്നീടാണ് രോഗം മൂർച്ഛിക്കുകയും ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടിയും വന്നത്. ഏറ്റവും ഒടുവിൽ പരിശോധനാ ഫലങ്ങൾ വന്ന ഘട്ടത്തിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്നുള്ള സ്ഥിരീകരണം ഈ കാര്യത്തിൽ വരികയും ചെയ്തിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഫറൂഖിലെ അച്ചൻകുളത്തിൽ ഈ കുട്ടി കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ അവിടെ നിന്ന് കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ഫറൂഖ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അത് അടച്ചിടാനുള്ള തീരുമാനവും ഇതിനോടകം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ രോഷ്നി സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു കൂട്ടത്തിനിടയിൽ നിന്ന് ഒരുപക്ഷെ ഒരാൾക്ക് മാത്രം വന്നേക്കാവുന്ന ഒരു രോഗമാണ്. പ്രത്യേകിച്ച് ഇത്തരം മലിനജലം കെട്ടിക്കിടക്കുന്ന കുളത്തിൽ നിന്നൊക്കെയാണ് ഈ രോഗബാധ പടരാനുള്ള സാഹചര്യമുള്ളത്. അല്ലാതെ ഒരു പകർച്ചവ്യാധി എന്ന കണക്കിന് ഉള്ള രോഗമല്ല എന്നുള്ളത് കൂടി കണക്കിലെടുക്കണം. പക്ഷേ ഇതിൻ്റെ രോഗവ്യാപന തോത് എന്നതിനപ്പുറത്തേക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. പക്ഷേ ആ കാര്യത്തിൽ മരണനിരക്ക് ഉൾപ്പെടെ ഏറ്റവും കൂടുതലുള്ള ഒരു രോഗവും കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഈ 8ാം ക്ലാസ്സുകാരനെ സംബന്ധിച്ചുള്ള കൃത്യമായ നിരീക്ഷണങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ശരി, ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്.